الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عباد الله اتقوا الله. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചു ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ദീന് പഠിക്കാനായി ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം ചെലവഴിക്കുവാൻ വേണ്ടി തയ്യാറായ ആളുകളാണ് നമ്മളെല്ലാവരും. അള്ളാഹു ഇത് നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ അമലാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 4 കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൽ അനിവാര്യമാണ്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉസൂൽ സലാസയുടെ തുടക്കത്തിൽ അത് പറയുന്നത് കാണാൻ സാധിക്കും. യജിബു അലൈന തഅല്ലുമു അർബഇ മസായില അൽ ഊല അൽ ഇൽമു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നത് കാണാം. അൽ ഊല അൽ ഇൽമു വൽ അമലു ബിഹി വദ്ദഅവതു ഇലൈഹി വസ്സബ്റു അലൽ അദാ ഫീഹി. ഈ 4 കാര്യങ്ങളിൽ ഒന്നാമത്തത് ഇൽമു, അറിവ് നേടുക എന്നതാണ്. അറിവ് നേടുക എന്ന് പറയുമ്പോൾ ഇസ്ലാം ഉദ്ദേശിക്കുന്ന അറിവ് അഥവാ അത് വിശുദ്ധ ഖുർആനിൻ്റെ അറിവാണ്. മഅരിഫത്തുള്ള, ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. 2 മഅരിഫത്തു നബിയിഹി, അവൻ്റെ നബിനെ കുറിച്ചുള്ള അറിവാണ്. അതുപോലെ തന്നെ മഅരിഫത്തു ദീനിഹി, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള അറിവുമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അറിയുമ്പോൾ അവിടെ പ്രത്യേകമായി പണ്ഡിതന്മാർ എടുത്തു പറയാറുണ്ട്, മഅരിഫത്തു ദീനില്ലാഹി, അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്നതാണ് ബിൽ അദില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തെളിവ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ആ വിശുദ്ധ ഖുർആനിനോട് എതിരാകാത്ത രൂപത്തിലുള്ള ഇജ്മാഉകളും അതുപോലെ തന്നെ അടിസ്ഥാന പ്രമാണങ്ങളോട് എതിരാകാത്ത രൂപത്തിലുള്ള ഖിയാസുകളുമൊക്കെ നമ്മൾ പ്രമാണമായി കൊണ്ട് കാണുന്നു. എന്നാൽ ഈ ഇൽമ്, ഈ പ്രമാണങ്ങൾ ആരിൽ നിന്ന് സ്വീകരിക്കണമെന്നത്, ഈ പ്രമാണം എങ്ങനെ സ്വീകരിക്കണമെന്നതുപോലെ തന്നെ വലിയ ഗൗരവമുള്ള വിഷയമായി കൊണ്ട് തന്നെയാണ് മുസ്ലിം ലോകം പണ്ട് മുതൽക്കേ കണ്ടുവരുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തോടു കൂടിയാണ് ഇസ്ലാമിക ലോകത്ത് ഫിത്നകൾ, കുഴപ്പങ്ങൾ വ്യാപകമായി തുടങ്ങുന്നത്. ആ ഫിത്നയുടെ തുടക്കം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തോടു കൂടി, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തോടു കൂടി ആരംഭിച്ചെങ്കിലും അത് വ്യാപകമാകുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. കുറച്ചുകൂടി വലിയ ഭീകരമായ രൂപത്തിൽ അത് പടർന്നു പന്തലിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തോടു കൂടിയും മറ്റുമാണ്. മാത്രവുമല്ല, ഓരോ വിഭാഗം ആളുകളും തങ്ങളുടെ വാദങ്ങൾ വിജയിപ്പിക്കുവാനായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബി പറഞ്ഞു എന്ന് പറഞ്ഞ് കളവുകൾ കെട്ടിയുണ്ടാക്കുകയും തങ്ങളുടെ പാർട്ടികളെ വിജയിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന
ഒരവസ്ഥയും ആ കാലഘട്ടത്തിലുണ്ടായി എന്നത് ചരിത്ര വസ്തുതയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ലയൊക്കെ പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ അഖീദയുടെ ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണാൻ കഴിയും. ലം യക്കൂനു യസ് അലൂന അനിൽ ഇസ്നാദ്. ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ സഹാബത്തിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ കാലഘട്ടത്തിലുമൊന്നും അവർ ഒരിക്കലും തന്നെ ഇത് ആര് പറഞ്ഞതാണ് എന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. സഹാബിമാരാരും ഇത് ആരാ പറഞ്ഞു, നബി പറഞ്ഞോ അല്ലെങ്കിൽ നിന്നോടാരാണ് പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഫലമ്മ വഖഅത്തിൽ ഫിത്ന, നേരത്തെ പറഞ്ഞതുപോലെ കക്ഷിത്വവും അതുമായി ബന്ധപ്പെട്ടുള്ള ഫിത്നകളുമൊക്കെ കടന്നു വന്നപ്പോൾ ഖാലു, പിന്നീട് ആര് എന്തു പറഞ്ഞാലും അവർ ചോദിക്കാറുണ്ടായിരുന്നു സമ്മൂലന റിജാലക്കും, സമ്മൂലന റിജാലക്കും, നിങ്ങളോട് ഇത് ആരാണ് പറഞ്ഞു തന്നത്, ആ ആളുകളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരിക, നിങ്ങൾ ആരെ തൊട്ടാണ് ഈ കാര്യം ഉദ്ധരിക്കുന്നത് എന്ന് ഞങ്ങളോട് പറഞ്ഞു തരിക. അങ്ങനെ ഫയുൻളറു ഇല അഹ്ലിസുന്ന ഫയുഖദു ഹദീസഹും, അഹ്ലുസുന്നയുടെ അഥവാ സഹാബത്തിൻ്റെ വഴിയിൽ നിൽക്കുന്ന ആളുകളുടെ പേരുകളാണ് ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളത് എങ്കിൽ അവർ പറഞ്ഞതിനെ അവർ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അഹ്ലുൽ ബിദ്അ ആണ് എങ്കിൽ ഫലാ യുഖദു ഹദീസഹും, അവരുടെ ഹദീസുകളുടെ അവരുടെ വർത്തമാനങ്ങളെ അവർ ഉദ്ധരിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കാതിരിക്കലുമായിരുന്നു താബിഈ പ്രമുഖന്മാരുടെയൊക്കെ രീതി എന്നതാണ് പിന്നീട് മഹാനായ ഇബ്നു സീരീൻ റഹിമഹുല്ല പറയുന്നത്. അതിനുള്ള കാരണം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ. കാരണം ഖുർആനിൻ്റെ പഠനമെന്ന് പറയുന്നത്, ഹദീസിൻ്റെ പഠനമെന്ന് പറയുന്നത് അതൊരു വെറും പഠനമല്ല, അത് ദീനാണ്. ദീന് സ്ഥാപിക്കപ്പെടുന്നത് ഖുർആൻ പഠനത്തിലൂടെയാണ്, ഹദീസുകളുടെ പഠനത്തിലൂടെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ പഠിക്കുന്നത് ദീനിന് വേണ്ടിയാണ്, ദീന് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. ഭൗതിക പഠനങ്ങളുടെ പ്രത്യേകത നമ്മുടെ മഈശത്ത്, ദുനിയാവിലെ മഈശത്ത്, ഇവിടെയുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ എളുപ്പമാക്കുവാനുമാണ്. എങ്കിൽ ദീന് എന്നുള്ളത് അടിസ്ഥാനപരമായി കൊണ്ട് നമ്മുടെ പരലോകത്തെ രക്ഷപ്പെടുത്താനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇബ്നു സീരീൻ പറയുന്നത് ഫൽയൻളുറു അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ് ദീന് സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ നോക്കുക. ദുനിയാവിൽ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്തുവാനും നഷ്ടം പരിഹരിക്കുവാനുമൊക്കെ അവസരം ലഭിച്ചു എന്ന് വരും. പക്ഷേ ദീനിൽ അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു വേള അത് തിരുത്തുവാനുള്ള അവസരം ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതവും നമുക്ക് നഷ്ടമാണ്, നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്തെ ജീവിതവും നമുക്ക് നഷ്ടമാണ്. ഖസ്റ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും അത്തരത്തിലുള്ള ആളുകളിൽ ഉണ്ടാകുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായിരിക്കെ, സഹിഹായ ഹദീസുകളിൽ മറ്റും കാണാം, ലൈസ ആമുൻ ഇല്ലല്ലദി ബഅദഹു ശർറും മിൻഹു. ഇനി വരാനിരിക്കുന്ന ഓരോ വർഷവും, വർഷങ്ങളുടെ പ്രത്യേകത ഇതിനേക്കാൾ മോശമായ രൂപത്തിലുള്ള വർഷങ്ങളാണ് ഇനി വരാനുള്ളത്. ഇപ്പോൾ എത്ര കണ്ട് പ്രശ്നങ്ങളും ഫിത്തനകളുമുണ്ടോ അതിനേക്കാൾ പ്രശ്നങ്ങളും ഫിത്തനകളും വരാനാണ് ഇനിയുള്ളത് എന്ന് പറയുകയാണ്. അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനേക്കാൾ കുറവ് മഴയുള്ള വർഷങ്ങൾ വരുമെന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനേക്കാൾ കുറവ് കൃഷിയുള്ള വർഷങ്ങൾ വരുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനേക്കാൾ നല്ല ഭരണാധികാരികൾ വരികയില്ല എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്ന് വീണ്ടും പറയുന്നത് കാണാം, വലാകിൻ ദിഹാബു ഖിയാറുക്കും വ ഉലമാഇക്കും, ദിഹാബു ഖിയാരിക്കും വ ഉലമാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഷർറ് വരാനുള്ളത് അത് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരുമൊക്കെ മരണപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അങ്ങനെ സുമ്മ യഹ്ദുസു ഖൗമുൻ, പുതിയൊരു സമുദായം പിന്നീട് ഉണ്ടായി വരും. ആ സമുദായത്തിൻ്റെ പ്രത്യേകത എന്താണ്? യഖീസൂനൽ ഉമൂറ ബിറഈഹിം, യഖീസൂനൽ ഉമൂറ ബിറഈഹിം, മതകാര്യങ്ങളെ അവർ അളക്കാറുള്ളത് അവരുടെ ബുദ്ധി കൊണ്ടായിരിക്കും. മാത്രവുമല്ല അങ്ങനെ ഫയുഹ്ദമുൽ ഇസ്ലാമു, ഇസ്ലാം തന്നെ തകർക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും എന്നാണ്. ഇസ്ലാം തന്നെ തകർക്കപ്പെടുന്ന സാഹചര്യമുണ്ടാവും. മതകാര്യങ്ങളിൽ മറുപടി പറയുവാൻ
പ്രമാണങ്ങളെക്കാൾ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കുകയും അങ്ങനെ ആ ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇസ്ലാമിനെ തന്നെ തകർത്ത് കളയുന്ന സമയമാണ് ഇനി വരാനിരിക്കുന്നത്. അത് ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ പ്രവണതകളും മറ്റും കൂടിക്കൊണ്ടിരിക്കുമെന്ന താക്കീതാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു യുക്തിയിൽ നിന്നും എടുത്തുകൊണ്ട് പറഞ്ഞ കാര്യമല്ല ഇത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സതഫ്തരിഖു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് അവർ കക്ഷികളായി പിരിയും എന്ന് പറഞ്ഞു. 73 കക്ഷികളായി പിരിയുമെന്ന ഹദീസിൽ കാണാൻ കഴിയും. എന്നിട്ട് അഅ്ലമുഹ, അവരിൽ മഹാഭൂരിഭാഗം ആളുകളും ഫിത്നത്തുൻ അല ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ മഹാഭൂരിഭാഗം ആളുകളും എൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിത്നയാണ് എന്നാണ്. എന്നിട്ട് ആ ഫിത്നയാകുന്ന വിഭാഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യഖീസൂനൽ ഉമൂറ ബിറഈഹിം, അവർ മതകാര്യങ്ങളെ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവർ അതിനോട് ഖിയാസ് ചെയ്യുന്ന, താരതമ്യം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്നിട്ട് അവർ ചെയ്യും യുഹർരിമൂന മാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ അവർ ഹറാമാണെന്ന് പറയും. അതുപോലെ തന്നെ വയുഹർരിമൂന മാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ഹറാമാണെന്ന് പറയുകയും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അവർ ഹലാലാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പിഴച്ചുപോയ ആളുകളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കോമണായി അവരെല്ലാവരും ഒരേ രൂപത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അടിസ്ഥാന തത്വമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഖ്ദീമുൽ അഖ്ലി അനിൻ നഖ്ലി, അഥവാ പ്രമാണത്തേക്കാൾ എപ്പോഴും അവർ പ്രാമുഖ്യം നൽകാറുണ്ടാവുക അവരുടെ ബുദ്ധിക്കാണ്. അവരുടെ ബുദ്ധിയോട് പ്രമാണം യോജിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അവർ ആ പ്രമാണത്തെ മാറ്റി നിർത്തുകയും തങ്ങളുടെ ബുദ്ധിയെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. നേരത്തെ ഫൈസൽ മൗലവി സൂചിപ്പിച്ചു, ഒരു കാര്യം നമുക്ക് ബോധ്യമായില്ലെങ്കിൽ അഹ്ലുസുന്നയുടെ നിലപാട് നമ്മുടെ ബുദ്ധി അത്ര കണ്ട് വലുതായിട്ടില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരാൾ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു, മറ്റൊരാൾ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു. എന്താ അത് തമ്മിൽ വ്യത്യാസം എന്താണ്? ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസം രണ്ടിലും ഇല്ല. രണ്ടും അയാളുടെ കൈയാണ്, രണ്ടും അള്ളാഹു അയാൾക്ക് നൽകിയതാണ്. ഏത് കൈ കൊണ്ടെടുത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അത് എത്താനുള്ളത് നമ്മുടെ ആമാശയത്തിലേക്ക് തന്നെയാണ്. അതിൻ്റെ വലത് കൈ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായിക്കൊണ്ട് അതിൻ്റെ ഒരു വർക്കിങ്ങിന് മാറ്റം വരികയോ ഇടത് കൈ ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് വേറെന്തെങ്കിലും വർക്കിങ്ങിൽ മാറ്റം വരുമൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്താനാണ് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കാറുള്ളത്. നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ശൈത്താൻ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്? ശൈത്താനെ തന്നെ കണ്ടിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ നമ്മളത് ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ പോയിട്ടില്ല. അതെ, എന്നാൽ വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കുക. ഇത് വലത് കൈ കൊണ്ട് കുടിക്കണമെന്ന് പറയുവാൻ 7 ആകാശത്തിൻ്റെ മുകളിൽ നിന്നും മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വിഷയം വളരെ ഗൗരവമുള്ളതാണെന്ന്. ഇത് പറയാനും പഠിപ്പിക്കാനുമാണല്ലോ 7 ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മലക്കിനെ ശട്ടം കെട്ടി പറഞ്ഞേക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ള അത് പറഞ്ഞു തരുന്നു. അത് പറഞ്ഞു തരുമ്പോൾ എന്താ ഇത് രണ്ടും തമ്മിൽ മാറി കുടിച്ചാൽ എന്താ പ്രശ്നം എന്നൊരാൾ ചിന്തിക്കുന്നു എങ്കിൽ ആ ചിന്തിക്കുന്നവൻ്റെ ബുദ്ധിക്കാണ് പ്രശ്നം എന്നുള്ളതാണ്. ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള പറഞ്ഞപ്പോൾ അതിൻ്റെ നിബന്ധനകളായി പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. അവിടെ ഒന്നാമത് പറഞ്ഞത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നൊരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ സത്യപ്പെടുത്തൽ നിർബന്ധമാണ്. രണ്ടാമത് ത്വാഅതുഹു ഫീമാ അമറ, ആ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞ് കഴിഞ്ഞാൽ അത് അനുസരിക്കൽ നിർബന്ധമാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്ത കാര്യങ്ങൾ, വിലക്കിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ തൊട്ട് വിട്ടുനിൽക്കുക എന്നതും നിർബന്ധമാണ് എന്നാണ്. 4മതായി കൊണ്ട് പറഞ്ഞതാണ് അല്ലാ യുഅ്ബദുല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അള്ളാഹുവിനെ ആരാധിക്കുക തന്നെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് എങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു ഇബാദത്ത് കൊണ്ട് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. ഒരു ഇബാദത്ത് ആണ് എന്ന് പറഞ്ഞ് ചെയ്യണമെങ്കിൽ പോലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യമായിരിക്കണം. ഈ 4 കാര്യങ്ങൾ ആരിലാണോ സമ്മേളിക്കുന്നത് അവൻ്റെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള ശരിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാലോ അത് പ്രശ്നമാണ്.
ഏതെങ്കിലും ഒന്നൊഴിവായാൽ മതി, എന്നാൽ അവൻ്റെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന സാക്ഷ്യവാചകം ശരിയായിട്ടില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നബി പഠിപ്പിച്ച പലതും തിരിഞ്ഞുകൊള്ളണമെന്നില്ല, ഒരു നിർബന്ധമില്ല. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സമയത്തിനപ്പുറത്തുള്ള ഒരു ലോകത്ത് നിന്നുമുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹിയാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ്. സ്വർഗത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞെന്നു അവിടെ പറഞ്ഞത്, ഒരു 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 കാതും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു മനുഷ്യൻ്റെ മനസ്സിലും അതല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ മനസ്സിലും ചിന്തിക്കാൻ പോലും കഴിയാത്ത, സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത കാര്യങ്ങളെന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ആലോചിച്ചു നോക്കുക, അങ്ങനെ ഒരു സ്വർഗം ഉണ്ടാവുമെന്ന് ആലോചിച്ചാലോ? ഇനി ഒരാൾ ആലോചിച്ച് നോക്കുകയാണ്, ഇപ്പോൾ നമ്മളൊക്കെ സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി നേരത്തെ എണീറ്റ് പ്രയാസപ്പെട്ട് എണീക്കുന്ന ആളുകളാണ്. ആ സമയത്ത് ആകെ 2 റക്അത്ത് നിസ്കാരമേ ഉള്ളൂ. എന്നാൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ മരിച്ചിടത്തോളം ഭയങ്കര പീക്ക് ടൈമായി കണ്ട് നിൽക്കുന്ന സമയമാണ് അസറിൻ്റെ സമയം. അപ്പോൾ 4 റക്അത്ത് ഉണ്ട്. അന്ന് ആ 4 അങ്ങോട്ടും ഈ 2 ഇങ്ങോട്ടും ആക്കിയാലോ? അല്ല, ബുദ്ധി കൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഒരു 4 മണിൻ്റെ നേരത്തെ 2 റക്അത്ത്. കാരണം ഭയങ്കര തിരക്ക് പിടിച്ച സമയമാണ്. എല്ലാവരും ജോലിയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോരുന്ന തിരക്കുണ്ടാവും. അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടിൻ്റെ ആളുകൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന തിരക്കിലും അങ്ങനെയൊക്കെ ഒരു തിരക്ക് കൂടുന്ന സമയമാണ്. അപ്പോൾ അവിടെ 2 റക്അത്ത്. ഏതായാലും രാവിലെ പ്രയാസപ്പെട്ട് എണീക്കുകയാണ്, എണീറ്റ് ഫ്രഷായി ഒക്കെ കഴിഞ്ഞിട്ട് ആകെ 2 റക്അത്ത് നിസ്കരിക്കാറുള്ളൂ. അപ്പോൾ ഒരു 4 എന്ന് വിചാരിച്ചാലോ? പറ്റൂല. കാരണം ഇത് എങ്ങനെയാണോ അള്ളാഹു മതമാക്കി പഠിപ്പിച്ചു തന്നത് അത് അതുപോലെ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മതത്തെ മതമായി കണ്ട്, മതത്തിൻ്റെ ആചാരങ്ങളെ ആചാരങ്ങളായി കണ്ട്, അനുഷ്ഠാനങ്ങളായി കണ്ട്, മതത്തിൻ്റെ അടയാളങ്ങളായി കണ്ട് ബഹുമാനിക്കുന്ന ആളുകളിൽ നിന്നു മാത്രമേ മതം സ്വീകരിക്കാൻ പറ്റുള്ളൂ, മതത്തിൻ്റെ അറിവുകൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ലോകത്ത് കടന്നു വന്ന പിഴച്ച കക്ഷികളുടെ പ്രത്യേകത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ അക്കാബിറുകളെ ഒഴിവാക്കി അസാഗിറുകളിൽ നിന്നും മതം സ്വീകരിച്ചു എന്നാണ്. അക്കാബിറുകൾ എന്ന് പറഞ്ഞാൽ മതം പഠിച്ച മഹാന്മാരായ വലിയ പണ്ഡിതന്മാരെ ഒഴിവാക്കി പുതിയ ആശയങ്ങൾ പറയുന്ന ചെറിയ ആളുകളുടെ അടുത്ത് നിന്ന് മതം സ്വീകരിക്കാൻ തുടങ്ങിയതാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിഴച്ചുപോയ കക്ഷികളെക്കുറിച്ച് പറഞ്ഞെടുത്ത് കാണാൻ കാണാം. സുഫഹാ ഉൽ അഹ്ലാമി ഹുദസാ ഉൽ അസ്നാൻ എന്നാണ്. സുഫഹാ ഉൽ അഹ്ലാം വലിയ ദിവാസ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ് അവർ. നടക്കാൻ പോണ കാര്യങ്ങൾ എല്ലാവരും സ്വപ്നത്തിൽ കാണുന്നുണ്ട്. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് ഹുദസാ ഉൽ അസ്നാൻ പല്ല് മുളച്ച് വരുന്ന കുട്ടികളായിരിക്കുന്നതാണ്. റസൂൽ അങ്ങനെയാണ് അവരെക്കുറിച്ച് പറഞ്ഞത്. കാരണം ലോകത്ത് ജീവിച്ച് പരിചയമുള്ള, മതത്തിൻ്റെ വിവരവും ലോകത്തിൻ്റെ പരിജ്ഞാനവുമുള്ള ആളുകളെ അവർ പലപ്പോഴും എന്താവില്ല, സ്വീകരിക്കൂല. നമുക്കറിയാമല്ലോ, ഹസനുൽ ബസരി റഹ്മഹുള്ളയുടെ അടുത്തേക്ക് ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരിയിൽ നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഇതെല്ലാം വല്ലാതെ ഏൽക്കേണ്ടി വന്നപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന കുറച്ച് യുവാക്കൾ കൂടി തീരുമാനിച്ചു ഹജ്ജാജ് ബിൻ യൂസുഫിനെ വധിച്ചു കളയാം. അവർ നല്ല കായിക ശേഷിയുള്ള ആളുകളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊക്കെ നല്ല കഴിയുന്ന ആളുകളായിരുന്നു. എന്നിരുന്നാലും മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല കാലഘട്ടത്തിലെ തലമുതിർന്ന അക്കാബിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിനോടൊന്ന് ഫത്വ ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ യുവാക്കളെല്ലാവരും കൂടെ മഹാനായ ഹസനുൽ ബസരിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹജ്ജാജിൻ്റെ പ്രവർത്തനങ്ങൾ പരിധി വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഹജ്ജാജിനൊരു പാഠം പഠിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് വന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞ മറുപടി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫതാവയിൽ കൊണ്ടിരുന്നത് കാണാൻ പറ്റും. പ്രത്യേകമായി എടുത്തു പറയാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഫിത്നയാണ് എങ്കിൽ നിങ്ങളുടെ വാളുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകുക. അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുണ്ടായ ഫിത്നയെ അള്ളാഹ് എന്തായിക്കോളെ തിരിച്ചെടുത്തോളും എന്നാണ്. നിങ്ങളുടെ വാളുകൊണ്ട് നിങ്ങൾക്ക് ഫിത്നയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ വാക്കുകൾ അവർ അത് ചെവി കൊണ്ടില്ല എന്ന് മാത്രമല്ല, അവർ ഹജ്ജാജ് ബിൻ യൂസുഫിനെതിരിൽ യുദ്ധത്തിന് പുറപ്പെട്ടു. ഹജ്ജാജ് അതറിഞ്ഞപ്പോൾ, ഹജ്ജാജ് ഭരണമുള്ള ആളാണ്, ഭരണകൂടത്തിൽ ഭയങ്കര സ്ഥാനമുള്ള ആളാണ്. അദ്ദേഹം ഇവരെ കൊന്നുകളയുവാൻ വേണ്ടി വിധിക്കുകയും പട്ടാളം ഇറങ്ങിയിട്ട് അവരെ ഒന്നിച്ച് കൊന്നളയും ചെയ്തു.
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ച് പറയുന്നത് കാണാം. അന്ന് ഹസനുൽ ബസരിയുടെ വാക്കുകൾ അവർ കേട്ടിരുന്നെങ്കിൽ അവർക്ക് ദുനിയാവും ആഖിറവും ലഭിക്കുമായിരുന്നു എന്ന്. ഇത് രണ്ടും നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. അതാണ് ഈ അക്കാബിർ, തലമുതിർന്ന പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കണമെന്ന് പറയാനുള്ള കാരണം. അതല്ല നമുക്ക് ഇപ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, അതിപ്പോൾ ശരിയാണെന്ന് പറയും, ഇപ്പം തെറ്റാണെന്ന് തോന്നുന്നു, അത് എന്നിട്ട് ഇപ്പം തെറ്റാണെന്ന് പറയാം, 4 മാസം കഴിയുമ്പോൾ അങ്ങനെയല്ല അത് ഇങ്ങനെയായിരുന്നു എന്ന് മാറ്റി പറയാം എന്ന് പറയുന്ന രീതികൾ അത് അക്കാബിറിൽ വളരെ കുറവായിരിക്കും ഉണ്ടാകുക. അവർ മാറ്റി പറയുന്നുണ്ടെങ്കിൽ പ്രമാണം അവർ മനസ്സിലാക്കിയിൽ വന്ന മാറ്റങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ട് തന്നെ അവർ പറയും. ഇത് നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ വിഷയത്തിൽ അയാളിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുവാൻ പറ്റുമെന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ അയാളെ ഉസ്താദായി കൊണ്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഒന്ന് നല്ല നടപ്പുള്ള മനുഷ്യനാകണം, ഇസ്ലാമി ഈമാൻ ഇഖ്ലാസ് എന്തായാലും ഉണ്ടാകണം. അതിന് പുറമെ മുറുഅത്തിനെ, മനുഷ്യത്വത്തെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാകണമെന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. ഒരു ഹദീസ് സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിലാണ് ഒരു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് ഇന്ന വ്യക്തിയുടെ അടുക്കലുണ്ട് എന്നറിഞ്ഞ് ഹദീസ് സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിലാണ് ആ വ്യക്തി തൻ്റെ ഒട്ടകത്തെ പുല്ല് കാണിച്ചുകൊണ്ട് വിളിക്കുകയും എന്നിട്ട് ആ ഒട്ടകത്തെ കയ്യിൽ കിട്ടിയപ്പോൾ ആ പുല്ല് കൊടുക്കാതെ അതിനെ കയറിൽ ബന്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ യാത്ര ചെയ്തു വന്ന മഹാപണ്ഡിതൻ അദ്ദേഹം പറഞ്ഞത്, ഇമാം ബുഖാരിയുടെ പേരിലാണ് പറയാറുള്ളത്, അല്ലാഹു അഅലം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇങ്ങനത്തെ ഒരു ജന്തുവിനെ, ഒരു ജീവിയെ പറ്റിക്കുന്ന മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. ഈ മിണ്ടാപ്രാണിയെ പറ്റിക്കുന്നുണ്ട്, പിന്നെ മനുഷ്യനെ പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, അത് വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ ഹദീസ് നിങ്ങൾക്ക് വേണ്ടെന്നാണ്. ഈ ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസും നാക്കാലിക്ക് നിന്നാൻ കൊടുക്കൽ തമ്മിലൊരു ബന്ധവുമില്ല. തൻ്റെ കയ്യിൽ നിന്ന് കുതറിപ്പോയ ജീവിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പുല്ല് കാണിച്ച് വിളിച്ചപ്പോൾ ആ പുല്ല് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഹദീസ് സ്വീകരിക്കേണ്ട പ്രശ്നമില്ല. ഇത്ര കണ്ട് ഇൽമിനെ സ്വീകരിക്കുന്നിടത്ത്, അറിവിനെ സ്വീകരിക്കുന്നിടത്ത് മഹാന്മാരായ മുൻഗാമികൾ വലിയ ഗൗരവം കാണിച്ചിട്ടുണ്ട്. കാരണം ഈ ഇൽമെന്ന് പറയുന്നത് അത് നമ്മുടെ ദീനാണ് എന്നതാണ്. അതുകൊണ്ട് നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന നമ്മുടെ പരലോകത്തെ ജീവിതത്തിൽ ഇന്ന് മരിച്ചാൽ അടുത്ത നിമിഷം നമ്മുടെ ഭൗതിക ശരീരം അത് മറവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം വൻ റബ്ബുക്ക, ആരാണ് നിൻ്റെ റബ്ബി എന്നതാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആവശ്യമായ ഇൽമ നമ്മൾ ഉണ്ടാക്കണം. റബ്ബി അല്ലാ എന്ന് പറഞ്ഞാൽ ഉത്തരം അവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ചോദ്യമുണ്ട്, കൈഫ അറഫ്ത, നീ എങ്ങനെ മനസ്സിലാക്കി എന്നാണ്. അവിടെയാണ് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നു. യഥാർത്ഥ വിശ്വാസികൾ പറയും, ഖറഅതു കിതാബ് അല്ലാഹി വദറൈതു, അള്ളാൻ്റെ കിതാബ് വായിച്ചും പഠിച്ചൊക്കെയാണ് ഞാൻ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് മനസ്സിലാക്കിയെന്നാണ്. അടുത്ത ചോദ്യമുണ്ട്, വമാ ദീനുക, ഏതാ നിൻ്റെ ദീനെന്ന് ചോദിക്കുമ്പോഴും ദീനി അൽ ഇസ്ലാം എന്ന് പറയണമെങ്കിൽ ഇസ്ലാമായിക്കൊണ്ട് ജീവിക്കുവാനും മുസ്ലിമായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് കിട്ടണം. അതുപോലെ തന്നെ എന്താണ് നിൻ്റെ കയ്യിലുള്ള അറിവെന്ന് ചോദിക്കുമ്പോൾ ആമൻതു ബി കിതാബില്ലാഹി ഖറഅതു ബി കിതാബില്ലാഹി വ ആമൻതു വ സദ്ദഖ്തു ബിഹ എന്നൊക്കെ പറയണമെങ്കിൽ സ്വാഭാവികമാണ് ആ ഖുർആൻ വായിക്കാനും പഠിക്കാനും അതിനെ സത്യപ്പെടുത്തുവാനുമുള്ള അവസരങ്ങൾ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കണം. മാ ഹാദർ റജുലില്ലദി ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയുക്തനായ ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് മുഹമ്മദ് നബിയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആ മുഹമ്മദ് നബിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ എന്താക്കണം, പഠിക്കണം. അതിനൊക്കെയുള്ള അവസരങ്ങൾ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാക്കി വെച്ചു എന്നത് കൊണ്ടുതന്നെയാണ് അവരാണ് നമുക്കുള്ള ഷഹീദുകൾ, സാക്ഷികൾ എന്നുള്ള നിലക്ക് നമ്മൾ കൃത്യമായി ഈ രൂപത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്നു തന്നെ ഇൽമ് സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് ഫത്വകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ന് ആധുനിക ലോകത്ത് ഇൻ്റർനെറ്റും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. ഇന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല, അവിടെയാണ് ഉള്ളത്. ആ രൂപത്തിലാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഫോണുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. ആ സമയത്തായിരിക്കും നമ്മളിങ്ങനെ ഒരു വിഷയം വന്നു, ആ വിഷയം വന്നപ്പോൾ അങ്ങനെ ഗൂഗിൾ ചെയ്ത സമയത്ത് നമുക്ക് കുറേ 4-5 ഫത്വ ഒന്നിച്ച് കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് പറ്റിയൊന്ന് കിട്ടി. അപ്പോൾ പിന്നെ അതന്നെ ദീന്. അങ്ങനെ ഒരു ദീനില്ല. ഇതെങ്ങനെ ഒരേ വിഷയത്തിൽ 2, 3, 4, 5 ഫത്വകൾ കിട്ടും. അതെങ്ങനെ ഒരു ദീനിൽ ഒരു ചോദ്യത്തിന് 2, 3, 4 ഉത്തരം ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ചോദ്യകർത്താവ് ചോദിച്ച സാഹചര്യം, ചോദ്യകർത്താവിൻ്റെ നാടിൻ്റെ അവസ്ഥ,
ചോദ്യകർത്താവുമായി ബന്ധപ്പെട്ട് അയാൾ വരുന്ന സാഹചര്യം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു മുഫ്തി ഫത്വ കൊടുക്കുക. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നാണ്ട് ചോദിച്ചില്ലേ, എന്ത് പ്രവർത്തനമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്? അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞ മറുപടി അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു സഹാബി വന്നിട്ട് ചോദിച്ചു ഇതേ ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ബിർറുൽ വാലിദൈൻ എന്നാണ് പറഞ്ഞത്, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. മൂന്നാമത്തെ ഒരു വ്യക്തി ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ആളോട് പറഞ്ഞത് അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പങ്കെടുക്കലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ യുദ്ധത്തിന് പങ്കെടുക്കാൻ മടിയുള്ളൊരു വ്യക്തി ഇങ്ങനെ ഫത്വ നോക്കിയപ്പോൾ ആ നിസ്കാരം അതിൻ്റെ കറക്റ്റ് സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ദലായ അമൽ എന്ന് പറഞ്ഞിട്ട് യുദ്ധം നിർബന്ധമാണ് സമയത്ത് യുദ്ധത്തിന് പോകാതെ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ വന്നതുകൊണ്ട് കാര്യമില്ല. ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പേ അതുപോലെ തന്നെ മരിച്ചു പോയിട്ടുമൊക്കെ അവരോട് തീർക്കേണ്ട കുറേ ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളൊന്നും ചെയ്യാത്തൊരു വ്യക്തി പള്ളിയിൽ വന്നിരുന്ന് ഞാൻ അഹബ്ബുൽ അഅമാലിലല്ല ചോദിച്ചപ്പോൾ ഞാൻ അസ്സലാത്തു അലാ വഖ്തിഹിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് പള്ളിയിൽ ഇരുന്നിട്ട് കാര്യമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകൾ അവൻ ചെയ്യണം. അത് അവനെ സംബന്ധിച്ചിടത്തോളം അഹബ്ബുൽ അഅമാലാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോന്നും അതിൻ്റെ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും തിരിച്ചറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഫ്തിയുടെ ഫത്വയെടുത്തുകൊണ്ട് അമൽ ചെയ്യുക എന്നത് ഹറാമാണ്, പാടുള്ള കാര്യമല്ല. മഹാനായ അബു ഹനീഫ റഹിമഹുല്ല പറയുന്നത് കാണാൻ പറ്റും, ഞാൻ ഫത്വ കൊടുക്കുമ്പോൾ ആ ഫത്വയുടെ ദലീൽ, ആ ഫത്വയുടെ തെളിവ് എന്താണെന്ന് അറിയാത്തവൻ എൻ്റെ ഫത്വ എടുക്കാൻ തന്നെ പാടില്ല എന്നാണ്. അവിടെയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഫത്വകൾ തപ്പുന്ന സമയത്ത് നമുക്ക് ഇസ്ലാമിക ഭരണകൂടങ്ങളുള്ള രാജ്യങ്ങളിലെ ഫത്വകളാണ് കിട്ടാറുള്ളത്. സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിലുള്ള ഫത്വകളാണ് ആദ്യം തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ വരാറുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ അത്തരത്തിൽ മതപരമായിക്കൊണ്ട് ഫത്വകൾ കൊടുക്കുവാൻ സർക്കാരിൻ്റെ സൗകര്യത്തോടു കൂടിയുള്ള സംവിധാനങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് അവിടെ സുന്ദരമായിട്ടുണ്ട്. ആളുകളൊക്കെ തപ്പുമ്പോൾ ആദ്യം വരില്ല തന്നെയാണ്, കൂടുതൽ ആളുകളും അതിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമാണ് ഇവിടുത്തെ സാഹചര്യം. അവിടെയുള്ള സൗകര്യങ്ങളല്ല ഇവിടെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് പബ്ലിക്കായി നൽകുന്ന ഉത്തരങ്ങളാണോ അവിടെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ട് തന്നെ പറയുള്ളൂ. മാത്രവുമല്ല ചിലതൊക്കെ വ്യക്തിപരമാണെങ്കിൽ അത്തരം ഫത്വകൾ കൂടി കണ്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ സംഭവിക്കാൻ പോകേണ്ടത് മതത്തിനെതിരായി മാറും. കാരണം മതത്തിൻ്റെ ആ നിയമങ്ങൾ നിർമ്മിച്ചതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനാണ് മഖാസിദ് ശരിഅ എന്ന് പറയാം. മഖാസിദ് ശരിഅ എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ ഏതു നിയമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ 5 മഖ്സദുകളുണ്ട്, 5 ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. ഈ 5 ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണമാണ്. ഒന്നാമത്തത് ഹിഫാലത്തുദ്ദീൻ, നമ്മുടെ ദീനിൻ്റെ സംരക്ഷണമാണ്. ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അതിൻ്റെ അർത്ഥം അമലി എന്നതാണ്, പ്രവർത്തനം എന്നതാണ്. രണ്ടാമത്തത് ദീനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസാ, പ്രതിഫലമെന്നാണ്. ഇത് രണ്ടും വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഈ പദപ്രയോഗങ്ങൾ ഒന്ന് സൂറത്തുൽ കാഫിറൂനിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പണി എനിക്കെൻ്റെ പണി. എന്താക്കേണ്ടതില്ല, നിങ്ങൾ കാബത്തിൻ്റെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സുജൂദ് ചെയ്യാനൊന്നും എന്നോട് പറയണം, നിങ്ങളെ പണിയൊക്കെ പോയിക്കോ, ഞാൻ എൻ്റെ പണിയൊക്കിക്കോളാം എന്ന അർത്ഥത്തിലാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് പ്രതിഫലം എന്നുള്ള അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, സൂറത്തുൽ ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടും കൂടിയതാണ് ദീൻ എന്ന് അറിയേണ്ടത്. അഥവാ 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്ക് ബാബുസ്വലയിലൂടെ സ്വർഗത്തിലേക്ക് പോകാം എന്നതൊരു വിശ്വാസമാണ്. അത് നമ്മളെ വിശ്വാസമാണ്, മുസ്ലിമിൻ്റെ വിശ്വാസമാണ്. റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുമ്പോൾ ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പോകാം, മുസ്ലിമിൻ്റെ വിശ്വാസമാണ്. അമലുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൂലികളും, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നാലോ ഇവിടെയുള്ള എല്ലാ പാപികളുടെയും പാപങ്ങൾ യേശു കുരിശിലേറിയതോടുകൂടി എന്തായിട്ടുണ്ട്, അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വിശ്വാസമുണ്ട്. അതേതാ വിശ്വാസം? അത് ക്രൈസ്തവ വിശ്വാസമാണ്. അതാണ് നസറാൻ്റെ ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ദീനും അവൻ്റെ അമലുണ്ട്. നമ്മളെ ദീനും അമലും സംരക്ഷിക്കപ്പെടുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മഖ്സദ്. അതുകൊണ്ടാണ് ശിർക്ക് ഹറാമായത്. കാരണം എന്താ ഷിർക്കിൻ്റെ പ്രത്യേകത? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്,
ഒരാൾ ശിർക്ക് ചെയ്താൽ അമല് മൊത്തം ബാത്തിലായി പോകും. അപ്പോൾ അമലിൻ്റെ സംരക്ഷണമാണ് ശിർക്ക് ഹറാമായത്. രണ്ടാമത്തേത് ഇതിൽ വന്നത് ഹിഫാദത്തുൻ നഫ്സാണ്, ജീവൻ സംരക്ഷണം, അതുപോലെ തന്നെ ശരീര സംരക്ഷണം. ഇതാണ് അതിൽ വരിക. അതുകൊണ്ടാണ് കൊന്നവനെ കൊല്ലണം എന്ന് ഇസ്ലാം പറഞ്ഞത്. കാരണം ഒരാളെ കൊന്നു പഠിച്ചാൽ പിന്നെ ബാക്കിയുള്ളവരെ കൊല്ലാൻ എനിക്കൊരു മടി ഉണ്ടാവില്ല. ആ ഒരാളെ കൊല്ലുന്നതോടുകൂടി കുറേ ആളുകളുടെ ജീവൻ സുരക്ഷിതമായി തീരും. അതുകൊണ്ടാണ് ഖിസാസിൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞത്. അത് കൊല്ലേണ്ടത് വ്യക്തികളല്ല, അത് സർക്കാരിന് ബോധ്യമാകണം ഇവൻ അങ്ങനത്തെ ആണെന്നുള്ളത്. അതുകൊണ്ട് അതിന് കോടതി നിയമങ്ങളുണ്ടാവും, കോടതിയിൽ ചോദ്യങ്ങളുണ്ടാവും, ഉത്തരങ്ങളുണ്ടാവും. കോടതിക്ക് ബോധ്യപ്പെട്ടു ഇവൻ അങ്ങനെ എന്താക്കാൻ പറ്റൂല, വിടാൻ പറ്റൂല, അവനെ കൊല്ലണം. എന്നിട്ടും ഇസ്ലാം അവസരം കൊടുത്തു. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാർക്ക് വേണ്ട, ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു, ഞങ്ങൾ പൊരുത്തപ്പെട്ടെടുത്തിരിക്കുന്നു പറഞ്ഞാൽ കോടതി പറയില്ല. എന്ത് ഇത്ര കാലം കോടതി കൂടി ഇതിനു മുഴുവനുള്ള ചിലവുണ്ടായി ഒക്കെ ഉണ്ടായിട്ടപ്പോൾ അവസാനം വെച്ചിട്ട് മാപ്പ് എടുക്കാൻ പോവുകയെന്ന് ചോദിച്ചു കോടതി ചോദിക്കില്ല. അതാണ് ഇസ്ലാമിലെ മഖാസിദ് ശരിയയുടെ പ്രത്യേകത. കൊല്ലുക എന്നുള്ളതല്ല അവിടുത്തെ ഉദ്ദേശം, മറ്റുള്ള ആളുകൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശം. അതേപോലെ തന്നെയാണ് മൂന്നാമത്തത് ഹിഫാലത്തുൽ മാൽ, ധനസംരക്ഷണം. അപ്പോൾ ധനസംരക്ഷണം എന്ന് പറയുമ്പോൾ ധനം സംരക്ഷിക്കപ്പെടാൻ അത് ദീന് പഠിപ്പിച്ച കാര്യമാണ്, ദീനിൻ്റെ തേട്ടവും അതാണ്. അപ്പോൾ നമുക്കറിയാം പലിശയുമായി ബന്ധപ്പെടാനേ പാടില്ല. പലിശയ്ക്ക് 70ഓളം ശാഖകളുണ്ട് എന്നും അതുപോലെ തന്നെ ഓരോ ശാഖയുടെയും ഗൗരവങ്ങളൊക്കെ എന്താക്കാറുണ്ട്, എടുത്തു പറയാറുണ്ട്. എന്തായിരുന്നാലും പലിശയുമായി ബന്ധപ്പെടുന്ന മനുഷ്യൻ നാളെ പിറ്റേന്ന് ബർസഖിൽ പിശാചുബാധിതൻ മറിഞ്ഞു വീഴുന്നത് പോലെ മറിഞ്ഞു വീണുകൊണ്ടാണ് എണീറ്റ് വരിക എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനൊക്കെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. എന്നാലും നമ്മളെ നാട്ടിൽ പലിശ ഇല്ലാത്തൊരു ബാങ്ക് പറയും. ഈ കൂട്ടത്തിൽ ആർക്കാ പലിശയുള്ള ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവരുള്ളത്? ഏത് മുഫ്തിയേന് ഫത്വ വന്നത് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാന്നുള്ളതിന്? ഇപ്പോഴും വേണം ഈ ഗൂഗിൾ ചെയ്തോളി. പലിശയുള്ള ബാങ്കിൽ അക്കൗണ്ട് എടുക്കാമെന്ന് വിവരമുള്ള ഒരു മുഫ്തി ഫത്വ വന്നത് നോക്കി. ഒറ്റടിക്ക് പറയും ഹറാം, എടുക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഇസ്ലാമിക രാജ്യത്തെ സമ്പ്രദായ പ്രകാരം അവിടെ കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ട്, ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. അവിടെ ഹറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങപ്പുറത്ത് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ സുന്ദരമായി കൊണ്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ അടുക്കൽ ഹറാമാണെന്ന് പറഞ്ഞ് എന്നാൽ ആരും ബാങ്കിൽ പൈസ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ സംഭവിക്കാൻ പോകേണ്ടത് നമ്മളെ വീട്ടിൽ നമ്മളെന്താക്കും, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നിൽക്കും. സ്വാഭാവികമാണ്, നമ്മൾ ഹലാലായ രൂപത്തിൽ ഉണ്ടാക്കിയതാണ്. നമ്മൾ കൊല്ലം കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പെരീക്കണ്ട് കയറി വന്ന് കണ്ട് റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഒരു പൗരൻ അവൻ്റെ കൈവശം പോക്കറ്റ് മണി എന്നുള്ള നിലയ്ക്ക് എത്ര രൂപ വരെ വെക്കാമെന്ന് നിയമമുണ്ട്. അതിൽ കൂടുതൽ അവൻ്റെ കൈവശമുണ്ട് എങ്കിൽ അതിനൊക്കെ രേഖ വേണം. ഇല്ലെങ്കിൽ അതിനെ ബ്ലാക്ക് മണിയായി കാലാധൻ എന്നൊക്കെ പറഞ്ഞ് കണ്ടാണ് എന്താക്കുക പരിചയപ്പെടുത്താറില്ല. നമ്മൾ ഉണ്ടാക്കിയ മുഴുവൻ എന്താ ഒറ്റടിക്ക് ഇല്ലാതെയാവും. അതിന് ഇവിടുത്തെ സർക്കാർ നൽകുന്ന സംവിധാനമാണ് ബാങ്ക് കൊണ്ടുപോയിട്ടോ, ബാങ്ക് കൂടെ വാങ്ങിക്കോ, ബാങ്ക് കൂടെ കൊടുത്തോ ഒക്കെ വൈറ്റായിട്ട് പരിഗണിക്കപ്പെടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ നിന്ന് കിട്ടുന്ന 2.5%, 5%, 10% പലിശയല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ധനം സംരക്ഷിക്കലാണ്. അതുകൊണ്ടാണ് വ്യക്തിപരമായി ആ ബാങ്ക് നമ്മിൽ നിന്നും ഈടാക്കുന്ന ചാർജുകൾക്ക് പോലും നമ്മുടെ പലിശയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ആ പലിശ വേറെ മാറ്റി വെക്കുകയും അത് അതിൻ്റെ മേഖലയിലേക്ക് ചെലവഴിക്കണം എന്ന് പറയുകയൊക്കെ ചെയ്തത്. അവിടെ ധനസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരോ ആരോട് ചോദിച്ചാലും പറയും നിങ്ങൾ ബാങ്ക് കൊണ്ടുപോയിട്ടോളി, ഒരു പ്രശ്നമില്ല എന്നറിയും. ഫത്വ മാറും നാട് മാറുന്നതിനനുസരിച്ച്, വിഷയം മാറും നാട് മാറുന്നതിനനുസരിച്ച്. കാരണം അവിടെ ധനസംരക്ഷണം ഹലാലായ മാർഗത്തിൽ, ഏറ്റവും ഹലാലായ മാർഗത്തിൽ ധനം സംരക്ഷിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഇസ്ലാമിക രാജ്യത്തുണ്ടാ പോലും പറയുന്നത് പലിശയുള്ള ബാങ്കിൽ ഇടാൻ പറ്റൂല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംവിധാനം ഇല്ല. അപ്പോൾ ഉള്ള ബാങ്കിൽ ധനം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇടുകയും വേണം. അതാണ്. ഇതേപോലെ തന്നെയാണ് ഹിഫാലത്തു നസ്ൽ എന്ന് പറയും, അതായത് ഹിഫാലത്തുൽ അഖ്ൽ. അടുത്തത് ഹിഫാലത്തുൽ അഖ്ൽ, ബുദ്ധി സംരക്ഷണമാണ്. ഈ ബുദ്ധി സംരക്ഷണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ലഹരികൾ മൊത്തം ഹറാമാകൽ.
ലഹരികൾ മൊത്തം ഹറാമാകൽ. നബിൻ്റെ കാലത്ത് MDMA ഇല്ല, അതുകൊണ്ട് ഇനി എന്താക്കാൻ പറ്റൂല, ഹറാമാണ് MDMA എന്ന് പറയാൻ പറ്റൂല. കാരണം ഒരു കാര്യം ഹറാമാകണമെങ്കിൽ എന്താക്കണം, അത് ഹദീസിൽ വരണം. ഒരു കാര്യം ഹറാമാകണമെങ്കിൽ ഹദീസിൽ വരണം. കാരണം ഹറാം എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. ഹറാം എന്നുള്ളത് അത് അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ MDMA നബിൻ്റെ കാലത്തില്ല, അതുകൊണ്ട് ഇനി അത് ഹറാമാണെന്ന് പറയാൻ പറ്റൂല എന്ന് പറയില്ല. എന്തേ കാരണം? കള്ളിൽ എന്ത് പ്രശ്നമാണുള്ളത്, അതുപോലെ തന്നെ ലഹരിയിൽ എന്ത് പ്രശ്നമാണുള്ളത്, അത് അവൻ്റെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ പറയും, ചില ആളുകൾക്ക് കട്ടൻ ചായ അടിച്ചിട്ട് ലഹരി ആവൂലേ, അപ്പോൾ കട്ടൻ ചായ അടിക്കലും ഹറാമാണെന്ന് പറയേണ്ടി വരില്ലെന്ന്. ഒരാളും കട്ടൻ ചായ അടിച്ചിട്ട് ഇതെത്രയെന്ന് വെച്ചിട്ട് 4 എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് അവൻ്റെ തലയല്ല, അതെൻ്റെ തലച്ചോറിനല്ല ബാധിക്കേണ്ടത്. അത് ലഹരി എന്ന് പറഞ്ഞാൽ അതൊരു ഇഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ്. അതേ സമയത്ത് കള്ളു കുടിച്ചാൽ, MDMA പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സിന്തറ്റിക് ലഹരികളാകട്ടെ അല്ലാത്ത ലഹരികളാകട്ടെ, ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് നേരിട്ട് ബാധിക്കുന്നത് അവൻ്റെ തലച്ചോറിനെയാണ്. തലച്ചോറിനെ സംരക്ഷിക്കുക എന്നുള്ളത് ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഹരി ഹറാമാകുന്നത്. അതേപോലെ തന്നെയാണ് എന്ത്, ഹിഫാദത്തുൽ അർള് അഥവാ ചാരിത്ര സംരക്ഷണം. മറ്റ് അർത്ഥത്തിൽ പറഞ്ഞ ഹിഫാദത്തുൽ നസ്ൽ എന്നൊക്കെ പറഞ്ഞത്, വിവാഹം അവിടെയാണ് നിർബന്ധമാകുന്നത്. എന്തിന്? ഒരാളുമായി കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിവാഹം നിർബന്ധമാണ്. വിവാഹത്തിലൂടെ ബന്ധപ്പെടുമ്പോഴും അല്ലാതെ ബന്ധപ്പെടുമ്പോഴൊക്കെ ഉണ്ടാകേണ്ടത് ഒരേ രൂപത്തിലുള്ള അവസ്ഥകളാണ്. എന്താ മാറ്റം? ഒന്നും മാറ്റില്ല. എന്താ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല. പക്ഷേ അഡ്രസ്സ് ഉണ്ടാകണമെങ്കിൽ വിവാഹം വേണമെന്നാണ്. അയാൾ വിവാഹിതനാകുന്നതിന് മുമ്പ് ഒരു സ്ത്രീയുമായി കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിൽ അവൾ ഗർഭിണിയായി, പിന്നീട് അവളെ വിവാഹം ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ ശേഷം ആ കുട്ടി ജനിച്ചു. ആ കുട്ടിയെ ഈ പിതാവിലേക്ക് എണ്ണി പറയില്ല ഇസ്ലാമിക കാഴ്ചപ്പാടിൽ. ആ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അനന്തസ്വത്ത് ആ കുട്ടിക്ക് കിട്ടൂല. ആ പിതാവിന് ആ കുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ പോലും പറ്റൂല. കാരണം എന്താ? ഇസ്ലാമികപരമായി കൊണ്ടുള്ള വിവാഹത്തിലല്ല ആ കുട്ടി ഉണ്ടായത് എന്നതുകൊണ്ടാണ്. അതിൻ്റെ ശേഷം ഉണ്ടായ കുട്ടികളൊക്കെ എന്താണ്? ഇസ്ലാമിക കുട്ടികളുമാണ്. ആ കുട്ടി മുസ്ലിം അല്ല എന്നല്ല പറഞ്ഞത്, ആ കുട്ടിയുടെ മേലുള്ള അധികാരങ്ങൾ ഇയാൾക്കില്ല എന്നാണ് പറഞ്ഞത്. ആ അധികാരം ഉണ്ടാകണമെങ്കിൽ വിവാഹം വേണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെയുള്ള അസിലുകളൊക്കെ നോക്കി ഓരോ നാട്ടിൽ വരുമ്പോഴും ആ അസിലുകൾക്ക് അടിസ്ഥാനപരമായി കൊണ്ട് സംരക്ഷണം ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യേണ്ടതുണ്ട്? അത് അള്ളാഹു പറഞ്ഞതിനെതിരാകാത്തിടത്തോളം കാലം ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് അത് അനുവദിക്കപ്പെടും. അത് ആ നാട്ടിലെ പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് അവരാണ് അതെന്താക്കാറുള്ളത്, തീരുമാനിച്ച് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതിന് വേറൊരു നാട്ടിലെ പണ്ഡിതനോട് ചോദിച്ചാൽ അതിൻ്റെ അവസ്ഥ മനസ്സിലാകാത്തത് കൊണ്ടുതന്നെ അയാൾക്ക് അതിനുത്തരം പറയാൻ അർഹതയും ഉണ്ടാവില്ല എന്നതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഫത്വ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് എടുക്കൽ ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞത്. 10 മുഫ്തിമാരുണ്ട്, 10 ആളും 10 കോലത്തിൽ ഫത്വ പറഞ്ഞു. ആരുടെ ഫത്വയാണോ നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്കും നമ്മുടെ നാടിൻ്റെ സാഹചര്യത്തിലേക്കും യോജിച്ചു വരുന്നത്, നേരത്തെ പറഞ്ഞ മഖാസിദുകളോട് എതിരാകാതെ വരുന്നത്, അതുമാത്രമാണ് നമുക്ക് തെളിവായി കൊണ്ടെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ പരന്ന വായനയുടെ ആളാണ് ഞാൻ പല കിതാബും വായിച്ച് എന്നിട്ടൊക്കെ എനിക്ക് ഇതാ മനസ്സിലായതെന്നാണ് കുറേ മനുഷ്യന്മാരെ കാണാം. അങ്ങനെ ഒരു പരന്ന വായന ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഭൗതിക വിഷയത്തിൽ നമ്മൾ എത്രയും പരത്തി വായിച്ചോളി, ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നഷ്ടം നമുക്ക് മാത്രമാണ്, നമുക്ക് മാത്രമേ നഷ്ടം വരുള്ളൂ. ദീന് നമ്മൾ പരന്ന് വായിച്ചിട്ട് നമ്മൾ ആ ദീനൊക്കെ അഭിപ്രായം പറയും. എന്നിട്ട് എന്താ സംഭവിക്കാൻ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കിടയിൽ ഫിത്ന വരും. കിതാബുകൾ വായിക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായി കൊണ്ട് ആ കിതാബുകളുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്, അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് എപ്പോഴാണ് ഇത് മാറുന്നത്, എവിടെയാണ് ഇതിൻ്റെ വേർതിരിവുകൾ, ഇതൊക്കെ അറിയാത്ത ആളുകൾ കിതാബുകൾ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിതാബ് എഴുതിയ ആൾ ഖൈറാണ് ഉദ്ദേശിച്ചത് എങ്കിലും പലപ്പോഴും അത് മനസ്സിലാക്കാൻ മാത്രം വലിയ ആയുധങ്ങളും ബുദ്ധിയും അയാളുടെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ട് അതിലൂടെ ഫിത്നകൾ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ ദീനാണോ, ദീൻ പഠിച്ച ആളുകളിൽ നിന്നു തന്നെ പഠിക്കുവാനും അതിനെ പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമൊക്കെ തയ്യാറാകുക. നമ്മളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് ആ കാര്യം പ്രമാണബദ്ധമാണോ അല്ലേ എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ട് വേണം അതിനെ കൈകാര്യം ചെയ്യുവാൻ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.